ഹലോ, ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്ന് അറിയോ? അപ്പൊ ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയയിലാണ്. അപ്പോൾ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയൊക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും തന്നെയാണ് ഞാൻ ആ പൊങ്കാല ഇട്ടത്. ഞാൻ പള്ളി കണ്ടാലും പ്രാർത്ഥിക്കും, അമ്പലം കണ്ടാലും പ്രാർത്ഥിക്കും, ഒരു ആംബുലൻസ് പാസ് ചെയ്താലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല, എന്നോടാരും നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരെ എല്ലാം റെസ്പെക്ട് ചെയ്യാൻ എന്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനൊരു നല്ല കാര്യം ചെയ്യാണെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യണം, സ്നേഹിക്കണം എന്നാണ് കേട്ട് ഞാൻ വളർന്നിട്ടുള്ളത്. പക്ഷേ എന്നെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു 10 ദിവസം മുന്നേ നോമ്പിന്റെ ഇനീഷ്യൽ ടൈമിൽ ഒരു ചേച്ചിയുടെ, അവർക്ക് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ്, അവര് ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ ഫസ്റ്റ് നോമ്പാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടു. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പൊ അതിന്റെ കമന്റ്സ് നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും. ഒരു നെഗറ്റീവ് കൂടി ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു 10 ദിവസത്തിന് ഇപ്പുറം ഞാനൊരു പൊങ്കാല ഇട്ടപ്പോൾ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? ഒരാളെ കുത്തി നോവിക്കാനോ മോഷ്ടിക്കാനോ കുത്തിപ്പറിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. എന്തിനാണ് ഇത്? 2026 ആയില്ലേ? ആൾക്കാർ പലവിധ